ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ പൊട്ടേറ്റോ ലാബിൻ്റെ 8th എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ബേഖോ നമ്മുടെ നായികയായിട്ടുള്ള മീക്കിങ്ങിന് ഒരു ടെഡി ബിയറിനൊക്കെ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മീക്കിങ് ആ ഒരു ടെഡി ബിയറിനെല്ലാം എടുത്തിട്ട് അവളുടെ റൂമിലേക്ക് കയറി വന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബേഖോയ്ക്ക് ടാറ്റോ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ അവളുടെ റൂമിൽ ആരോ ഉള്ളതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒളിച്ചിരിക്കാണ്ട് പുറത്തേക്ക് വരാനായിട്ട് അവൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവളുടെ അനിയനും ഒങ്ജുവും അവർ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ വലുതായില്ലേ, എന്നിട്ടും എന്തിനാ വെറുതെ ഇങ്ങനെ ചെറിയ കുട്ടികളുടെ പോലെ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല നീ എൻ്റെ പതിവില്ലാണ്ട് ജല്ലയുടെ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ബ്ലഷ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്നതെന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ കാര്യമായി തന്നെ ഒന്നും പറയാത്തതുകൊണ്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ജല്ല തുറന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ ഗസ്റ്റ് ഹൗസിൽ ബേഖോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതാണ് അവർ കാണുന്നത്. മാത്രമല്ല ഇത് കണ്ടിട്ടാണ് മീക്കിങ് ബ്ലഷ്ഡ് ആയെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ബേഖോ അവർ 3 പേരും കൂടി ആ ഒരു ഗ്ലാസ് വിൻഡോ കൂടെ ഗസ്റ്റ് ഹൗസിലേക്ക് നോക്കുന്നത് ബേഖോയും കാണുന്നുണ്ട്. അവളുടെ ബ്രദർ വേഗം തന്നെ അവളെയും ഒങ്ജുവിനെയും ആ ഒരു വിൻഡോ നിന്ന് മാറ്റിയിട്ട് മീക്കിങ്ങിൻ്റെ അടുത്ത് അപ്പം നീ ഇതാണല്ലേ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബേഖോ അവളെ ഫോണിൽ വിളിക്കുകയാണ്. അത് കണ്ടിട്ട് നിങ്ങൾ അവനോട് പറ ഇതൊരു ആക്സിഡൻ്റ് ആണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് അവനോട് പറയുമ്പോൾ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇതേ സമയം ഫോൺ എടുക്കുന്ന മീക്കിങ് ബേഖോയുടെ അടുത്ത് വിചാരിക്കുന്ന പോലെ ഞാൻ നിങ്ങളങ്ങനെ ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ലെന്നും അതൊരു ആക്സിഡൻ്റ് ആയിട്ട് പറ്റിപ്പോയതെന്നൊക്കെ അവൾ പറയുമ്പോൾ അത് കുഴപ്പമില്ലെന്നും എന്തായാലും അധികം വൈകാതെ നീ എല്ലാം കാണേണ്ടതല്ലേന്ന് അവൻ പറയുന്നത് കേട്ടിട്ട് അവൾ വളരെയധികം ഷോക്ക്ഡ് ആയിട്ട് നാണത്തോടെ ഇനി എങ്ങനെ അവനെ ഫേസ് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അടുത്ത സീനിൽ അവളുടെ എക്സ് ആയിട്ടുള്ള കീസയെ കാണിക്കുന്നുണ്ട്. മീക്കിങ്ങിൻ്റെയും ബേഖോയുടെയും റിലേഷൻ അറിഞ്ഞ പിന്നെ അവൻ വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ട് തന്നെ അവരെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഒങ്ജും മീക്കിങ്ങും അവളുടെ അനിയനും കൂടിയിട്ട് ഒരുമിച്ച് കറങ്ങാനൊക്കെയായിട്ട് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മീക്കിങ്ങിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് കാണുന്ന അവൾ വേഗം തന്നെ ബേഖോയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഖോ അവൾ ആദ്യമായിട്ട് ഒരു ഹോം ഡേറ്റിന് ക്ഷണിച്ചിരിക്കുകയാണ്. മീക്കിങ് ആകട്ടെ ഓൾറെഡി ഒങ്ജുവുമായിട്ട് വേറൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ബേഖോ അവളോട് അങ്ങനെ പറഞ്ഞ സമയത്ത് അവൾ വേഗം തന്നെ ഒങ്ജുവുമായിട്ടുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് ബേഖോയുടെ അടുത്തേക്ക് വന്നപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ട് ഒങ്ജു വന്നിട്ട് അവരുടെ ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ വന്നിട്ട് വലിയ സീൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതേ സമയം ക്യങ് അങ്ങോട്ട് വന്നിട്ട് അവളെ എടുത്തുകൊണ്ട് കാറിൽ കയറ്റിയിട്ട് ഒരു ഡ്രൈവിന് പോകുന്നുണ്ട്. അങ്ങനെ ഡ്രൈവിനിടയിൽ ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ഒരു കിസ് കൊടുക്കാനായിട്ട് അവർ വണ്ടി ഒന്ന് സൈഡാക്കുന്ന സമയത്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും കീസെ അവരുടെ ഗസ്റ്റ് ഹൗസിന്റെ ലൊക്കേഷനിലേക്ക് വരുന്നത് അവൾ കാണുന്നത്. വേഗം തന്നെ ഒങ്ജു പാവം ക്യങ്ങിനെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് കാറും എടുത്തിട്ട് കീസേനെ ഫോളോ ചെയ്ത് വരികയാണ്. അങ്ങനെ അവൻ ഗസ്റ്റ് ഹൗസ് നോക്കി അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവനെ ഫോളോ ചെയ്ത് വന്ന ഒങ്ജു കലി തുള്ളി അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അവൻ എത്രമാത്രം മീക്കിങ്ങിനെ പണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒങ്ജു ഈ സമയം നല്ല പോലെ തന്നെ അവന് ചീത്ത പറയാണ്. പക്ഷെ എന്തോ ഭാഗ്യം എന്ന് പറയട്ടെ, അവൻ എന്തെങ്കിലും ചെയ്യാൻ പോണേക്കാളും മുമ്പ് തന്നെയായിട്ട് ക്യങ് അവിടേക്ക് വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാനായിട്ട് അവളെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഇത്രയും നാളുകൾക്ക് ശേഷം എന്തിനാണ് വീണ്ടും നീ ഇവിടെ കാലുകുത്തിയത്, നീ കാരണം എത്രമാത്രം മീക്കിങ് വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ എന്നൊക്കെ ഒങ്ജു അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ കാര്യം നീ എൻ്റെ അടുത്ത് പറയരുതെന്നും അവർ ബ്രേക്കപ്പ് ആയതിൻ്റെ പുറകിൽ ഒങ്ജുവും ഒരു കാരണമാണെന്ന് കീസെ പറയുമ്പോൾ ഇത് കേട്ട് പ്രാന്ത് വന്ന് ഒങ്ജു അവനായിട്ട് നല്ലൊരു ചവിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ അതിനു മുമ്പ് തന്നെ അവിടുന്ന് ഓടി അവളുടെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ കുറേ നേരം കീസയെ ഫോളോ ചെയ്ത് ഒങ്ജുവിനെ ഫോളോ ചെയ്ത് ക്യങ്ങും കൂടി അവിടെ നിന്ന് ഓടി ആകെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം അവരുടെ ഫസ്റ്റ് ഡേറ്റ് വളരെ മനോഹരമായിട്ട് തന്നെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബേഖോയും മീക്കിങ്ങും കേൾക്കുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവർ കീസയെ കാണുകയാണ്. ബേഖോയും കീസയും ഓൾറെഡി കോവർക്കേഴ്സ് ആയതുകൊണ്ട് അവരെ സംസാരിക്കാനായിട്ട് വിട്ടിട്ട് മീക്കിങ്ങും അവളുടെ അനിയനും ഒങ്ജു കൂടിയിട്ട് ബേഖോയും കീസയും തമ്മിൽ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ ഇനി നമ്മളറിയാത്ത രീതിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല ഒങ്ജു ആകട്ടെ അവളുടെ അടുത്ത് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ബ്രേക്കപ്പിനെയും അവൾ അനുഭവിച്ച ട്രോമേനെയൊക്കെ പറ്റിയിട്ട് ബേഖോയുടെ അടുത്ത് പറയാനായിട്ട് ആവശ്യപ്പെടാണ്. അങ്ങനെ കീസയെ കണ്ടതോടു കൂടിയിട്ട് പാസ്റ്റിലെ കുറെ മെമ്മറീസ് ഒക്കെ ഓർമ്മ വന്നിട്ട് വളരെ ഡെസ്പായിട്ട് അവൾ അവളുടെ റൂമിലെല്ലാം വന്നിരിക്കുകയാണ്. ഇതേ സമയം ബേഖോയും കീസയും കൂടിയിട്ട് ഹീജിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഹീജിൻ ഇവിടെ വന്ന് നിന്ന സമയം നീ എന്തുകൊണ്ടാണ് എന്നെ ഇൻഫോം ചെയ്യാത്തതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഹീജിൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്നും മാത്രമല്ല അതിപ്പോൾ അങ്ങനെ പറയാൻ മാത്രമുള്ളൊരു കാര്യമായിട്ട് അവന് തോന്നിയില്ലെന്നും അവൻ പറയാണ്. അതിനുശേഷം അവൻ മീക്കിങ്ങിൻ്റെയും ബേഖോയുടെയും റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുന്നുണ്ട്.
ഈ ഒരു അവസ്ഥയിൽ നിങ്ങളിങ്ങനെ ഡേറ്റ് ചെയ്യുകയാണെന്നുള്ള റൂമർ എല്ലാം കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ കരിയർ തന്നെ എൻഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് അവനോട് പറയുന്ന സമയത്ത് അതവനൊരു വിഷയമല്ലെന്ന് അവൻ തിരിച്ചു പറയാണ്. മാത്രമല്ല ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ലൈഫിൽ ഇടപെടാതെ സ്വന്തമായിട്ട് ഒരു ഹോബി എല്ലാം കണ്ടുപിടിക്കാനായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ കീസയുടെ അടുത്ത് പറയാണ്. അങ്ങനെ അതിനുശേഷം അവൻ മീക്കിങ്ങിന് ഫോൺ ചെയ്തിട്ട് ഫുഡെല്ലാം റെഡി ആണെന്നും ഇപ്പം തന്നെ വീട്ടിലേക്ക് വന്നോളാനായിട്ട് പറയുമ്പോൾ നേരത്തെ കീസയെ വന്നുകൊണ്ട് തന്നെ വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് വളരെ അപ്സെറ്റ് ആയിട്ടിരുന്ന മീക്കിങ് അവൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അർജൻറ്റ് വർക്ക് ഇപ്പം ഉണ്ടെന്നും അതുകൊണ്ട് ഇപ്പം എന്തായാലും വീട്ടിലേക്ക് വരാനായിട്ട് പറ്റില്ല എന്ന് ഒരു കള്ളം പറയാണ്. ഇതിലൂടെ തന്നെ കീസയെ കാണുന്നത് തന്നെ മീക്കിങ്ങിന് ഒരു ട്രോമയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് പിന്നീട് പ്രായമായിട്ടുണ്ടായിരുന്ന ഒരമ്മ മ്യൂങ്സോ എന്ന് വിളിച്ചിട്ട് രാത്രി ആരെയോ ഇങ്ങനെ ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എമർജൻസി അലാറം അടിച്ചിട്ട് കാണാതെ പോയ മ്യൂങ്സോനെ കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരും തന്നെ ആ രാത്രി ഒരുമിച്ച് കൂടുന്നുണ്ട്. എല്ലാവരും വളരെ നോർമലായി തന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ബേഖോ മാത്രം വളരെ വലിയ ഒരു സർവൈവൽ എമർജൻസി കിറ്റൊക്കെ എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടി അവനെ നന്നായി തന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഈ ഹ്യോങ്സുവിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് വായിക്കുന്നത്. മാത്രമല്ല ഹ്യോങ്സു വീട്ടിൽ നിന്ന് ഓടിപ്പോയതാണെന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസിൽ ഹ്യോങ്സു കഴിഞ്ഞ വർഷമാണ് ജനിച്ചതെന്ന് കേൾക്കുന്ന ബേഖോയ്ക്ക് വെറും 1 വയസ്സുള്ളൊരു കുട്ടി എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാന്ന് മീക്കിങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അപ്പോഴാണ് മ്യൂക്കിങ് അത് ശരിക്കും അവൻ വിചാരിച്ച പോലെ ഒരു മനുഷ്യക്കുട്ടിയല്ലെന്നും പകരം ഒരു പശുക്കുട്ടിയുടെ പേരാണ് മ്യൂങ്സു എന്നും പറയുന്നത്. ഇത് കേൾക്കുന്ന ബേഖോ ഒരു പശുവിന് വേണ്ടിയിട്ടാണ് ഈ പാതിരാത്രി എല്ലാവരും കൂടി ഇങ്ങനെ അതിന് സെർച്ച് ചെയ്യുന്നതെന്നും മാത്രമല്ല അവൻ ഇത്രയും വലിയ എമർജൻസി കിറ്റൊക്കെ എടുത്തു വന്നത് അതിനു വേണ്ടിയാണല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ എല്ലാവരും തന്നെ ഓരോ ഡയറക്ഷനിലേക്ക് സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ട് ആ ഒരു പശുവിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബേഖോയും മ്യൂക്കിങ്ങും കൂടി കൈയെല്ലാം പിടിച്ചിട്ട് മ്യൂങ്സുവിനെ തിരഞ്ഞ് നടക്കുന്നതിന്റെ ഇടയിൽ ഇന്നലെ അവൾ അങ്ങനെ അധികം ബേഖോയോട് മിണ്ടാത്തത് എന്താണെന്ന് അവൾ പറയാൻ വരുന്ന സമയത്ത് അതവൾക്ക് വർക്കിന്റെ ടെൻഷനൊന്നുമല്ലെന്നും എന്തോ കാര്യം ആലോചിച്ച് അപ്സെറ്റ് ആയതാണെന്നും അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ ബേഖോനെ അവോയ്ഡ് ചെയ്തതാണെന്ന് അവന് മനസ്സിലായെന്നും ബേഖോ പറയുന്നുണ്ട്. പക്ഷെ അവനറിയുന്ന മീക്കിങ് അവളുടെ ഫീലിങ്സ് എല്ലാം വളരെ ട്രൂ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന കാരണം കൊണ്ട് അവൾക്ക് ഒട്ടും പറയാനായിട്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതെന്ന് ബേഖോയ്ക്ക് ഓൾറെഡി തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അവൻ അവളോട് ചോദിക്കാഞ്ഞത്. ഈ സമയം എത്രമാത്രമാണ് ബേഖോ അവളെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ മ്യൂക്കിങ് അവളുടെ പാസ്റ്റിനെ കുറിച്ചെല്ലാം അവനോട് പറയാൻ നിൽക്കുന്ന സമയത്താണ് അവരുടെ മുമ്പിലായിട്ട് മ്യൂങ്സോ വന്ന് നിൽക്കുന്നത്. പക്ഷെ അവരതിൻ്റെ അടുത്തേക്ക് നീങ്ങിയപ്പോഴേക്കും അത് അവരെ കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ സമയം മ്യൂക്കിങ് പോലീസുകാരെയും മറ്റും വിളിച്ചിട്ട് അവർ മ്യൂങ്സോനെ കണ്ട കാര്യം അവരോട് എല്ലാവരോടും പറയാണ്. എന്നാൽ ബേഖോയാകട്ടെ ആ ഒരു പശുവിന് പുറകില് അതിനെ ഫോളോ ചെയ്ത് ഓടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു മലയുടെ മുകളിലേക്കാണ് അവർ ഏറ്റവും അവസാനം ചെന്നെത്തുന്നത്. അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്നതിന് ശേഷം ബേഖോ അവന്റെ ബുദ്ധി വെച്ച് ആ ഒരു പശുവിനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഒരു വഴി കണ്ടുപിടിക്കുന്നുണ്ട്. അവൻ്റെ ഒരു തിയറി വെച്ച് ഉപ്പിൻ്റെ സഹായത്തോടു കൂടിയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ മീക്കിങ്ങും ബേഖോയും കൂടിയിട്ട് മ്യൂങ്സുവിനെ അതിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് എത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇനി ഇതുപോലെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ മേത്ത് ഒരു എനിമൽ ട്രാക്കറും അവൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവൾ ടയേർഡായിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവളുടെ അനിയനെ അന്വേഷിച്ച് അവൻ്റെ ഡോറ് തുറക്കുന്ന സമയത്ത് അവിടെ ക്യങ്ങും പിന്നെ വേറെ ഏതൊരു ഗേളും ഒരുമിച്ച് കിടക്കുന്നത് അവൾ കാണാണ്. പെട്ടെന്ന് തന്നെ ഷോക്ക്ഡായിട്ട് അവൾ പയ്യെ ഒന്നും ഉണ്ടാവാത്ത പോലെ നേരെ ഒങ്ജുവിൻ്റെ റൂമിൽ ചെന്നിട്ട് ഒങ്ജുവിനെ വിളിച്ച് ക്യങ് ഏതൊരു പെണ്ണിൻ്റെ ഒപ്പം റൂമിൽ കിടക്കുന്നുണ്ടെന്നൊക്കെ ഒങ്ജുവിനോട് പറയാണ്. പക്ഷെ അവളുടെ റൂം തുറന്ന് നോക്കുമ്പോഴാണ് ഒങ്ജു അതിനകത്ത് ഇല്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അപ്പം തന്നെ അവൾ ഒങ്ജുവിന് ഫോൺ ചെയ്ത് അവൾ എവിടെയാണെന്ന് ചോദിക്കാൻ നിൽക്കുമ്പോൾ അപ്പോഴാണ് ഒങ്ജുവിൻ്റെ ഫോണിൻ്റെ റിംഗ് ടോണ് അവളുടെ അനിയൻ്റെ റൂമിൽ നിന്ന് കേൾക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ട് ഡൗട്ട് തോന്നിയിട്ട് അവൾ പയ്യെ വന്ന് ആ ഒരു വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് അവളുടെ അനിയനെയും ഒങ്ജുവിനെയും കാണുകയാണ്. ഈ ഒരു സീൻ കണ്ട് അവൾ വളരെയധികം ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും കുറേയൊക്കെ പറഞ്ഞ് അവളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും തന്നെ കേൾക്കാനായിട്ട് റെഡി ആവണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ആകെ ഭ്രാന്ത് പിടിച്ച് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അന്ന് രാത്രി ക്യങ് വന്ന് ബേക്കോടെ അടുത്ത് ഒരു ഫുഡൊക്കെ കൊടുത്തിട്ട് അത് മീക്കിങ്ങിന് കൊടുക്കാൻ പറയുമ്പോൾ മീക്കിങ് അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് ബേക്കോയും പറയുന്നുണ്ട്. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ക്യങ് നിന്ന് അറിഞ്ഞിട്ട് അവൻ നേരെ തന്നെ അവളെ തിരക്കി പൊട്ടറ്റോ ലാബിൽ ചെല്ലുമ്പോൾ അവിടെ അവൾ ഇരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. ഈ സമയം അവരെല്ലാവരും ഒരു ഫാമിലിയാണെന്നും ഒങ്ജുവും അവളുടെ അനിയനും ഏകദേശം സിബ്ലിങ്സ് പോലെയാണെന്നും അവർക്കിടയിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാവാനായിട്ട് ഒരു ചാൻസും ഉണ്ടാവില്ല എന്ന് അവൾ പറയുമ്പോൾ ഒരു പക്ഷേ അത് മ്യൂക്കിങ്ങിനായിരുന്നു
അവർ വെറും സിബ്ലിങ്സ് മാത്രമായിട്ട് തോന്നിയത്. അവർക്ക് മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ മീക്കിങ്ങിന് അപ്പോഴും അവർ ഒരുമിച്ചാണ് എന്നുള്ളൊരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവൾ വീട്ടിലേക്ക് പോവില്ല എന്ന് പറയുമ്പോൾ അവളെ എന്തായാലും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനായിട്ട് അവനും റെഡി ആവുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാണ്. അങ്ങനെ ആ ഒരു ഹോട്ടലിൽ ബേക്കോയും മ്യൂക്കിങ്ങും ഒരുമിച്ചായിരിക്കുമെന്നും അവരുടെ ഒരുമിച്ചുള്ള ടൈമൊക്കെ മീക്കിങ് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഓരോന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ അവൾക്ക് ഫ്രഷ് ആവാനായിട്ടുള്ള ഡ്രസ്സെല്ലാം കൊടുത്ത് ബേക്കോ അവിടെ നിന്ന് പോവാണെന്ന് അവളുടെ അടുത്ത് പറയാണ്. ഇപ്പം അവളുടെ മനസ്സ് ശരിയല്ല എന്നും അവൾ ഓക്കെ ആയിട്ട് മറ്റൊരു ദിവസം ഇതുപോലെ തന്നെ വരാമെന്നും അവൻ അവളോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നാണത്തോടെ ബ്ലഷ്ഡ് ആയിട്ടിരിക്കുകയാണ് മീക്കിങ്. ഇതേ സമയം കീസയ്ക്ക് ഹീജിനിന്റെ ഒരു കോള് വന്നിട്ട് നാളെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നും അവനത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ കീസയും അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം പൊട്ടേറ്റോ ലാബിലാകട്ടെ വോൻഹാനിൽ നിന്നിട്ടും അവരുടെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ അവരുടെ പൊട്ടേറ്റോ ലാബിൽ അയാളുടെ ഡെസ്കും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി മുതൽ അയാൾ അവിടെ ആയിരിക്കും വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ സെറ്റിൽ ആവാണ്. മാത്രമല്ല എന്തോ വലിയ പവറോട് കൂടിയിട്ട് അവിടെയുള്ള ഓരോ ആൾക്കാരോട് അവൻ ഓരോ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ വന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വോൻഹാനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂക്കിങ് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ബേഖോയോട് ചോദിക്കുമ്പോൾ അയാൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചയക്കാമെന്ന് ബേഖോയും അവളുടെ അടുത്ത് പറയാണ്. അങ്ങനെ രണ്ടുപേരും ലിഫ്റ്റിൽ കയറി അവരുടെ ജോലി സ്ഥലത്തേക്ക് പോവാണ്. ഇതേ സമയം ഹീജിനാകട്ടെ കീസേനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവൾ അവനെ ഒരുപാട് മിസ് ചെയ്യുന്ന കാരണം കൊണ്ട് അവൾ ഒന്ന് ഹഗ് ചെയ്യാനായിട്ട് അവൻ്റെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ അവൻ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ലിഫ്റ്റിൽ ബേഖോയും മ്യൂക്കിങ്ങും വരുന്നത്. ഇപ്പോഴാണ് ഹീജൻ എന്ന് പറയുന്നത് കീസയുടെ ഭാര്യയായിരുന്നു എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല അവരുടെ പാസ്റ്റിൽ വെച്ച് കീസെ അവളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ ഹീജനുമായിട്ടുള്ള എൻഗേജ്മെന്റിന്റെ കല്യാണ കുറിയൊക്കെ അവളെ കാണിച്ചതും അവള് ഓർക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീൻ കണ്ട് അവർ നാലുപേരും വളരെ ഓക്വേർഡായിട്ട് നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഇതുവരെയും എന്താണ് ശരിക്കും മ്യൂക്കിങ്ങിന്റെ ലൈഫിൽ നടന്നതെന്നോ അവൾക്ക് എന്താണ് ഇത്ര ട്രോമ എന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമുക്കിതെല്ലാം തന്നെ കാണാൻ കഴിയും. അപ്പൊ എല്ലാവരും എപ്പിസോഡ്സ് ഒന്നും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. സോ ടിൽ ദ നെക്സ്റ്റ് video, take care and bye bye.